ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ എയർഫോഴ്സ് ആകാശ് എന്നറിയപ്പെടുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈലിന്റെ ടെസ്റ്റ് നടത്തിയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 10 മിസൈലിന്റെ ടെസ്റ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. സോ ഈ ആകാശ് മിസൈല് എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു, ഈ ആകാശ് മിസൈല് എങ്ങനെ ഇന്ത്യയെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സഹായിക്കും, ഇത് കൂടാതെ ആകാശ് മിസൈലിന്റെ കൂടെയുള്ള രാജ്യാന്തര റഡാർ സിസ്റ്റത്തെ പറ്റിയും ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കുറച്ച് അപ്ഡേറ്റ്സ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. റീസെന്റ് ആയിട്ട് LOCയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമപാതയിലോട്ട് എൻട്രി ചെയ്തു പറഞ്ഞിട്ട് കുറച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇന്ത്യൻ ആർമിയിൽ തന്നെയുള്ള സോഴ്സ് കൺഫേം ചെയ്താണ് പറഞ്ഞിട്ട് ഡെക്കാൻ ഹെറാൾഡ് പോലത്തെ പത്രങ്ങളിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അതായത് LOCക്ക് സമീപത്തായിട്ട് പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റ് ക്ലോസ് ആയിട്ട് വന്നുവെന്നും ഓൾമോസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ ക്ലോസ് ആയിട്ട് തന്നെ വന്നിരുന്നുവെന്നൊക്കെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ചൈന അവരുടെ J-20 എന്ന് പറയുന്ന 5th ജനറേഷൻ എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന എയർക്രാഫ്റ്റിനെയും LACയിലോട്ട് കൊണ്ടുവന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. സോ ഇന്ത്യ ഈ ഒരു 2 ഫ്രണ്ട് വാറിനെയും ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആകുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആകാശ് മിസൈൽ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈ ടെസ്റ്റിൽ യൂസ് ചെയ്തിരുന്ന ഓൾമോസ്റ്റ് 10 ആകാശ് മിസൈലും കറക്റ്റായിട്ട് എയർക്രാഫ്റ്റിനെ പോലെ തന്നെ സാമ്യമുള്ള ടാർഗറ്റിനെ കൃത്യമായിട്ട് നശിപ്പിച്ചുവെന്നും അക്യുറേറ്റ് ആയിട്ട് തന്നെ ആ ഒരു ടാർഗറ്റിനെ അത് നശിപ്പിച്ചുവെന്നൊക്കെയാണ് DRDOയുടെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ 10 ആകാശ് മിസൈലിനെ കൂടാതെ ഇഗ്ല എന്നറിയപ്പെടുന്ന ആ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഷോൾഡറിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെയും ടെസ്റ്റിംഗ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഓൾറെഡി ഇന്റർനാഷണൽ ന്യൂസിൽ വരെ വാർത്തകൾ സംസാരിച്ചു തുടങ്ങി. സോ ഇന്ത്യ എന്തുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരായും ചൈനയ്ക്കെതിരായുമുള്ള ഇന്ത്യയുടെ ഒരു നീക്കമായിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഓൾറെഡി ഇന്ത്യ ഈ ആകാശ് മിസൈൽ എല്ലാം തന്നെ LOCയിലും LACയിലും വിന്യസിപ്പിച്ചിട്ടുണ്ട്. സോ പാകിസ്ഥാൻ ഇൻ കേസ് ഇന്ത്യയെ വീണ്ടും പ്രകോപിക്കുന്ന രീതിയിൽ അവരുടെ എയർക്രാഫ്റ്റ് ഇന്ത്യൻ വ്യോമപാതയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയുടെ ആകാശ് മിസൈൽ യൂസ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കാൻ സാധിക്കും. ഈ ആകാശ് മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ IGMDP എന്നറിയപ്പെടുന്ന ഒരു 30 കൊല്ലമായിട്ടുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനാണ് ഈ ഒരു IGMDP എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നാഗ്, അഗ്നി, ത്രിശൂല്, പൃഥ്വി എന്നറിയപ്പെടുന്ന മിസൈൽസ് എല്ലാം തന്നെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി അഗ്നിയുടെയൊക്കെ കുറെ സീരീസ് വന്നിട്ടുണ്ട്. ത്രിശൂല് ഡ്രോപ്പ് ചെയ്തു പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾ പലരും റിക്വസ്റ്റ് ചെയ്ത ഹൈഡ്രജൻ ബോംബിന്റെ വീഡിയോ നാളെ എന്തായാലും വരുന്നുണ്ടാവും. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, അതെന്തായാലും നാളെ ഞാൻ ചെയ്യാം. സോ ആകാശ് മിസൈലിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ 2018 ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന CAG ഈ ഒരു ആകാശ് മിസൈലിന് വളരെയധികം പോരായ്മകൾ ഉണ്ടെന്നും ഇത് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത്രയും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലായിട്ട് DRDO ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണെന്ന് ഞാൻ 1 by 1 ആയിട്ട് പറയാം. സോ അന്നത്തെ സമയത്ത് ഈ ഒരു CAG പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ആകാശ് മിസൈലിന്റെ ഫെയിലിയർ റേറ്റ് വളരെ ഹൈ ആണെന്നും ഓൾമോസ്റ്റ് 30% ഫെയിലിയർ റേറ്റ് ഇതിന് സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് മാത്രമല്ല ഇത് ടാർഗറ്റിനെ നശിപ്പിക്കുന്നത് വളരെയധികം കൃത്യമായിട്ടൊന്നുമല്ല, കുറെ അധികം പോരായ്മകളുണ്ട്, ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് തന്നെയായിരിക്കും പ്രശ്നങ്ങൾ വരിക എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം DRDO ഈ ഒരു മിസൈലിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ഓരോ വേരിയന്റും DRDO വികസിപ്പിച്ചെടുത്തു. ലേറ്റസ്റ്റ് ആയിട്ട് ഈ മിസൈലില് സീക്കർ മൗണ്ട് ചെയ്തതായിട്ട് വാർത്തകൾ വന്നിരുന്നു. സോ സീക്കർ എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ സീക്കറിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ എക്സാമ്പിൾ എടുക്കാം. അതായത് നമ്മൾ വീട്ടിൽ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മണം നമ്മുടെ മൂക്ക് ഉപയോഗിച്ചിട്ട് സെൻസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ സീക്കർ എന്ന് പറയുന്നത് നമ്മളെ മൂക്കിനെ പോലെ എടുക്കാൻ പറ്റും.
അതായത് മിസൈലിൽ ഈ ഒരു സീക്കർ ഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ആയിട്ട് ഒരു എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ടാർഗറ്റ് എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ എഞ്ചിൽ നിന്നെല്ലാം വ്യാപകമായിട്ട് ഹീറ്റ് വരുന്നുണ്ടാവും. സോ ഈ ഒരു ഹീറ്റിന്റെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈ ഒരു സീക്കർ സെൻസ് ചെയ്യും. അതായത് നമ്മുടെ മൂക്കിനെ പോലെ തന്നെ ഈ ഒരു സീക്കർ അതിനെ മനസ്സിലാക്കിയിട്ട് അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുള്ള കാര്യം ഈ ഒരു മിസൈലിനെ ഗൈഡ് ചെയ്യും. അതായത് മിസൈലിന് പറഞ്ഞു കൊടുക്കും ഇങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ. സോ മിസൈൽ കറക്റ്റ് ആയിട്ട് ഈ ടാർഗറ്റിനെ ഈ സീക്കർ യൂസ് ചെയ്തിട്ട് നശിപ്പിക്കാൻ സാധിക്കും. അത് ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ ഒരു അപ്ഡേഷൻ ചെയ്താണ്. ഇത് മാത്രമല്ല, ഈ ഒരു ആകാശ് മിസൈലിന്റെ ബൂസ്റ്റർ ഇന്ത്യ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു ക്വിക്ക് സ്പീഡിൽ തന്നെ പോകാനായിട്ട് ഇതിന് സാധിക്കുമെന്നും ഇതിന്റെ സ്പീഡ് മാക് 2.5 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളിൽ നിന്നും അതുപോലെ DRDOയുടെ അപ്ഡേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു മിസൈൽ ഇന്ത്യ LACയിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ചൈനയുടെ J-20യെ തകർക്കുക എന്നത് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് ഈ S-400 കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ അതിന് മുൻപായിട്ട് തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച് ഈ ഒരു ആകാശ് മിസൈലൊക്കെ യൂസ് ചെയ്തിട്ട് J-20 പോലത്തെ ചൈന 5th ജനറേഷൻ എന്ന് ക്ലെയിം ചെയ്യുന്ന എയർക്രാഫ്റ്റിനെ നശിപ്പിക്കുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വലിയൊരു ബൂസ്റ്റും നൽകുന്നതാണ്. കാരണം ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് കുറേയധികം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ആകാശ് മിസൈലും വിയറ്റ്നാമിന് നൽകാനായിട്ട് 2017 മുതൽ തന്നെ ടോക്ക് നടക്കുന്നുണ്ട്. മേ ബി വിയറ്റ്നാം പോലും ഈ ഒരു ആകാശ് മിസൈൽ വാങ്ങാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യ ഈ ഒരു ആകാശ് മിസൈൽ LACയിലോട്ട് കൊണ്ടുപോയിട്ട് ചൈനയുടെ എയർ പവറിനെ ഭേദിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു ബൂസ്റ്റ് തന്നെ ഇന്ത്യയുടെ ഈ ഒരു എക്സ്പോർട്ടിംഗ് എന്നറിയപ്പെടുന്ന ഡ്രീമിന് നൽകുന്നതന്നെ നമുക്ക് പറയാൻ പറ്റും. ചൈനയുടെ ഒരു തന്ത്രപരമായ നീക്കം എന്താ ചോദിക്കുകയാണെങ്കിൽ അവരുടെ എയർ പവർ തൽക്കാലത്തോട്ട് ഷോ ചെയ്യില്ല. അതായത് അവരെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ത്യ അഗ്രസീവായിട്ട് മുന്നോട്ട് വരണമെന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ നീക്കത്തെ തടയാനായിട്ട് അവരുടെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്യണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ചൈനയുടെ എയർക്രാഫ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇന്ത്യയുടെ എയർക്രാഫ്റ്റിന് നേരെ ഒരു ഡോഗ് ഫൈറ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചൈനയുടെ J-20 എല്ലാം തന്നെ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഒക്കെ വീഴ്ത്തുകയാണെങ്കിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ചൈന എന്തായാലും നാണം കെടും. കാരണം ഈ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന റിയാലിറ്റി ഒന്നും പെട്ടെന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ എത്തില്ല. അതേസമയത്ത് ഈ ആകാശത്ത് നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്റർനാഷണലി ചർച്ചാ വിഷയമാകും. സോ അതുകൊണ്ട് ചൈന ഈ ഒരു നീക്കം J-20 യൂസ് ചെയ്തിട്ട് ഇന്ത്യയെ പ്രകോപിക്കാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു ആകാശ് മിസൈലിലെ രാജേന്ദ്ര എന്നറിയപ്പെടുന്ന റഡാർ സിസ്റ്റം ഇന്ത്യക്ക് ഈ J-20 എന്നറിയപ്പെടുന്ന ചൈന സ്റ്റെൽത്ത് പവർ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു എയർക്രാഫ്റ്റിനെ വരെ ടാർഗറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. സോ രാജേന്ദ്ര റഡാർ എന്താ ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി പാസീവ് ഇലക്ട്രോണിക്കലി സ്കാനഡ് അറേ എന്നറിയപ്പെടുന്ന ഒരു മെത്തേഡ് വഴി വർക്ക് ചെയ്യുന്ന റഡാറാണ്. അതായത് ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇലക്ട്രിക് ബീംസ് പുറത്തോട്ട് പോകും. ഈ ഒരു ബീം ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ആ ടാർഗറ്റിന്റെ ഡിസ്റ്റൻസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് റഡാറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാജേന്ദ്ര റഡാറിന് എന്താണ് ഇത്ര വലിയ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രാജേന്ദ്ര റഡാറും ആകാശ് മിസൈലും കൂടെ ചേരുമ്പോൾ അതൊരു ഡെഡ്ലി കോംബോ ആയിട്ട് മാറും. അതായത് ഈ രാജേന്ദ്ര റഡാറിൽ അറ്റ് എ ടൈമിൽ 64ഓളം വരുന്ന ടാർഗറ്റിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു രാജേന്ദ്ര റഡാർ യൂസ് ചെയ്തിട്ട് ആകാശ് മിസൈലിനെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ടാർഗറ്റിലോട്ട് എത്തിക്കാനായിട്ടും ഇതിൽ ഒരു ടൈമിൽ തന്നെ ഏകദേശം ഒരു 4ഓളം വരുന്ന ടാർഗറ്റിനെ ലോക്ക് ചെയ്തിട്ട് 8 മിസൈൽ ഈ 4 ടാർഗറ്റിലോട്ടും ഹിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ടാർഗറ്റിന് 2 ആകാശ് മിസൈൽ എന്ന കണക്കിൽ കൃത്യമായിട്ട് തന്നെ ഈ ഒരു റഡാർ യൂസ് ചെയ്തിട്ട് ഇന്ത്യക്ക് ക്വിക്കായിട്ട് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഈ ആകാശ് മിസൈൽ അതുപോലെ തന്നെ രാജേന്ദ്ര റഡാർ ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇത് ഇന്ത്യക്ക് ഇപ്പോൾ അതിർത്തിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ശ്രമകരമൊന്നുമില്ല. ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇൻ കേസ് വേറൊരു പ്രദേശത്തോട്ട് മൂവ് ചെയ്യണമെങ്കിലും ഈസി ആയിട്ട് സാധിക്കും. സോ ഇന്ത്യ ഈ ഒരു ആകാശ് മിസൈലിനെ കൂടുതൽ ശക്തമാക്കിയിട്ട് ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓൾറെഡി ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ തന്നെയുള്ള പല ഡിഫൻസ് വിദഗ്ധരും പറയുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള ചൈന നിർമ്മിച്ചിരിക്കുന്ന JF-17 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനത്തെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഉണ്ടെന്നും റഫേൽ യൂസ് ചെയ്തിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റ്
എയർക്രാഫ്റ്റ് എല്ലാം തന്നെ മേ ബി വലിയൊരു ഡാമേജ് ഫേസ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ പവർ പല രാജ്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ശത്രു രാജ്യത്തെ വിദഗ്ധർ പോലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ പവറിനെ പറ്റി സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് 7 സ്ക്വാഡ്രോൺ ആകാശ് മിസൈൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് 5500 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുന്നുണ്ട്. സോ ഈ ഒരു 7 സ്ക്വാഡ്രോൺ ആകാശ് മിസൈൽ വന്നു കഴിഞ്ഞാൽ തന്നെ എയർഫോഴ്സ് വലിയൊരു സൂപ്പർ പവർ ആയിട്ട് മാറും തന്നെ പറയാം. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആ ഒരു ഡ്രീമിന് കൂടുതൽ ബൂസ്റ്റും ഇത് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വാർത്ത വന്നിരുന്നു. അതായത് US-ന്റെ സ്പൈ ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ഒഫീഷ്യൽ തന്നെ റീസെന്റ് ആയിട്ട് ചൈന ലോക രാജ്യങ്ങൾക്കും അതുപോലെ വേൾഡ് വാർ 2 ശേഷം ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു ഇന്റർവ്യൂലാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ചൈന ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള, അത് ബയോളജിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള സൂപ്പർ സോൾജേഴ്സിനെ നിർമ്മിക്കുന്നുവെന്ന്. ഇതെന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് മൂവീസിലൊക്കെ കാണിക്കില്ലേ, അതായത് ഒരു വ്യക്തിയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഒരു സൂപ്പർ സോൾജർ ആക്കിയിട്ട് മാറ്റുന്നത്. അതേപോലത്തെ ഒരു കാര്യമാണ് ചൈന നടപ്പാക്കുന്നുണ്ടെന്നും ഇതിന്റെ റിസർച്ച് അവരുടെ സയന്റിസ്റ്റുകൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇത് വലിയൊരു ഭീഷണിയായിട്ട് തന്നെ ലോക രാജ്യങ്ങൾക്ക് മാറാൻ ഇടയാവുന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യ ചൈനയ്ക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ അതിന് സഹായകമായിട്ട് US-ഉം നിൽക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ പലതരത്തില് വേൾഡ് പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, 2021 ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി എല്ലാം തന്നെ വലിയ കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ സംസാരിക്കാം. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ആകാശ് മിസൈലിനെ പറ്റിയും രാജ്യാന്തര റഡാറിനെ പറ്റിയും കൂടുതൽ അറിയുകയാണെങ്കിൽ അതും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.